എന്താലേ വെയിലിന്റെ കാഠിന്യം. തുണി കരിഞ്ഞു പോണ്ട. തുണി കരിഞ്ഞു പോണ്ട അറിയോ? തുണിയൊന്നും കരിഞ്ഞു പോയില്ല. നല്ല പ്രശ്നം, കരിഞ്ഞു പോവാന്ന പേടി. ഞാൻ കരിഞ്ഞു പോണ്ട പറയുങ്ങള്, തുണി എന്താ കരിഞ്ഞു പോണ്ട? നെയ്യും നിങ്ങളുടെ തുണി കരിയുന്നതേ പ്രശ്നമുള്ളൂ, ഞാൻ കരിയുന്ന പ്രശ്നമില്ല. തോരയിട്ട് കഴിഞ്ഞാൽ അപ്പം മാറല്ലോ. തുണിയുടെ അവസ്ഥ പോയല്ല, തുണി അവിടെ തന്നെ കിടക്കണ്ടേ. തുണി ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കേ, 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും തുണി ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്തിനാ ഇവിടെ തുണി ഓരിടുന്നതെന്ന് ചോദിക്കും. കാറ്റ് കൊണ്ട് ഉണങ്ങും പറയും, പക്ഷെ ഒരു കാറ്റൊന്നുമില്ല. ഇത് നല്ല വെയിലല്ലേ. അയ്യോ, എന്താ റബ്ബറില്ലേ, റബ്ബർ വെട്ടണോടത്തേക്ക് പോയി കഴിഞ്ഞല്ലേ കരിഞ്ഞു പോകുള്ളൂ. 5 മണി 6 മണിയൊക്കെ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. അമ്മാതിരിയാണ് കേട്ടോ. തലവേദന ഇളകിയിട്ടേ, തലവേദന പോണ്ടേ. അപ്പോൾ വേഗം വൈകുന്നേരത്തേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് കഴിച്ചിട്ടാലേ. ഇന്ന് ഇപ്പോൾ തുണി തോരയിടാൻ നേരം വൈകിട്ടോ. വീട്ടിൽ നിന്ന് അമ്മയും ഏട്ടൻ്റെ കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അമ്മ നിൽക്കാൻ 2 ദിവസം വരാൻ പറഞ്ഞത് അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ വന്നില്ല. കുട്ടികളെ അങ്ങോട്ട് വിടാൻ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അപ്പോഴേക്കും 56 പിന്നെ പെങ്ങളുടെ വീട്ടിലൊരു വിശേഷമുണ്ട്, അതിന് പോകണം. അപ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എല്ലാവരും വേണ്ട. ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയാണ് 56. പറഞ്ഞ് ദിവസമായില്ലേ. ദിവസമായി. എല്ലാതും ഒന്നിച്ച് വന്നൂലേട്ടാ. അതെ, എല്ലാ കാര്യങ്ങളും ഇത് കുട്ടികൾ ചെയ്യുകയൊക്കെ ചെയ്യൂട്ടോ, ഞാൻ അവരോട് പറഞ്ഞാൽ. പക്ഷേ അവർ വെയിൽ കൊള്ളണ്ട വിചാരിച്ചു. ഞാൻ കൊള്ളണ പോലെ ഇല്ലല്ലോ, അവർ കൊള്ളണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ സമയം നമ്മുടെ 3:30 ആയി. ഇവിടേക്ക് ഒരു 6 മണി വരെയൊക്കെ ഇവിടേക്ക് നല്ല വെയിലുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വെയിലൊന്ന് കമ്മിയാവുള്ളൂ. ചായ വേണ്ടേ? പിന്നെ ചായ വേണ്ടേ? എത്ര ചൂടായാലും പെടില്ല. അനിയേട്ടന് നേരത്തെ ചായ കിട്ടണം കേട്ടോ. ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഉഷാറില്ല പറയും. ഇപ്പം ഈ കനാലിൽ വെള്ളം വിട്ടതും കൊണ്ടില്ലേ എത്ര തുണിയാ തിരുമ്പാൻ വെച്ചിട്ടാ. കാരണം ഉച്ചയ്ക്കൊന്നും ഇറങ്ങും, രാവിലെ ഒന്നും ഇറങ്ങും, വൈകുന്നേരം ഒന്നും ഇറങ്ങും പറഞ്ഞ പോലെയാണ്. എന്നിട്ട് ഈ നനച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുക തന്നെയാണ് തുണികൾ. കനാലിൽ വെള്ളമുള്ളത് കൊണ്ട് കിണറ്റിലും വെള്ളമുണ്ട്. തുണി തിരുമ്പാനും സൗകര്യമാണ് കേട്ടോ. കനാലിൽ തുണി തിരുമ്പുമ്പോൾ നല്ല സൗകര്യമാണ്. കനാലിൽ തിരുമ്പിയിട്ടിട്ട് നമുക്കിവിടെ കൊണ്ടുവന്നിട്ടേ ഒന്ന് വെറുതെ ഒന്ന് പിഴിഞ്ഞാൽ മതി. എന്താണ് എന്താണ് നിങ്ങൾക്കേ വിശപ്പില്ലേ? വിശപ്പ് നിങ്ങൾക്ക് അറിയണില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തന്നതും കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പകുതി കളയണം, പകുതി തിന്നണം. അങ്ങനെയാണ് കേട്ടോ. നമ്മളില്ലേ ഇന്ന് അമ്മിയിലരച്ച് കറി വയ്ക്കുമ്പോഴേ അമ്മിയിലരച്ച്, പക്ഷേ അടിപൊളിയായി കേട്ടോ. ഇതെന്താ ഈ സംഭവം നേരത്തെ തോന്നാഞ്ഞെന്നാണ്. കണ്ടോ, ഈ കനാലിൽ കുളിക്കും കൊണ്ട് കനാലിൻ്റെ അവിടെ കൊണ്ടുപോയി ഊരിയിട്ടതാട്ടത്. കണ്ടോ, ചെതല് പിടിച്ചേക്കണേ. ഇനിയത് തിരുമ്പാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്ക് കേട്ടോ. എവിടെയാണ് കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ എനിക്കുള്ള ആകെ ദേഷ്യം വരുന്നൊരു കാര്യമാണ് ഈ സംഭവം. കണ്ടോ, എവിടെയെങ്കിലൊക്കെ ഉണ്ട് കൊണ്ടുപോയി ഊരിയണ്ടിടും. പിന്നെ നമ്മൾ 4 ഭാഗം നടക്കണം, എന്നിട്ട് എടുക്കണം, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടും വേണം. അപ്പോഴാണ് സമാധാനമാവുള്ളൂ. കിച്ചും കുഞ്ഞനും കുഞ്ഞുണ്ണി ഇവരുടെ പണിയാണ് കേട്ടത്. പപ്പുട്ടോ നിങ്ങോട്ട് വരണ്ടേ പന്നാ. ഇനിയിപ്പോൾ നാളെയാണ് അവനെ ഇടങ്ങാറാവുക ആകെ. നാളെ നമ്മൾ ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ അല്ലേ. ഇന്ന് വിളിപ്പിച്ചോ? എപ്പോ? കനാലിൽ കൊണ്ടുപോയി സോപ്പ് വെച്ച് കൊടുത്തോ? എന്താ സോപ്പ് വെച്ച് കുളിപ്പിച്ച് കൊടുക്കണേ? അവൻ്റെ സോപ്പ് വെച്ചിട്ട്. നമ്മുടെ പപ്പു അല്ലെങ്കിൽ എന്തോ ഒരു 11 മണിയായ ബഹളം വയ്ക്കാൻ തുടങ്ങണതാണ് കേട്ടോ. ഇന്നലെ കുളിപ്പിച്ചതും കൊണ്ടാണ് തോന്നുന്നുണ്ട്, നല്ല സുഖമുണ്ട് തോന്നുന്നുണ്ട്. മൂപ്പരാൾ അവിടെ അങ്ങനെ കടന്നേക്കണു. പൈപ്പിൽ വെള്ളമില്ല. ഞങ്ങൾ എന്നിട്ട് ഇപ്പം എന്താ ചെയ്യണമെന്നറിയോ, ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കും. കൂട്ടുകൂടെ മൊത്തം ഒഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഭയം നമുക്കില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അല്ലേ. ഇതെൻ്റെ ഏട്ടൻ്റെ കടയിലത്തെ വടയാണ് കേട്ടോ.
ഞാനത് വേണം പറഞ്ഞതാണ് രാവിലെ വേണം. പഴംപൊരി ഏട്ടൻ്റെ രതീഷും ഒരു സുരേഷും. ഒരു രതീഷും ഒരു സുരേഷും എന്നാ ചായ ഇട്ട് കൊടുക്കും. ചായ ഇട്ട് പോരെ. അപ്പോൾ കാഞ്ഞിരത്തെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പോയിട്ട് ഏട്ടൻ്റെ കടയിൽ പോയിട്ടില്ലേ പരിപ്പടിയും ചായയും അതേപോലെ തന്നെ പഴംപൊരിയും ചായയും ഒക്കെ കുടിച്ചിട്ടുണ്ട്. ഏട്ടനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ലേ? പ്രൊമോഷൻ അല്ല, എല്ലാവരും പോയിട്ട് ചായ കുടിച്ച് പൈസ കൊടുക്കണം. പ്രൊമോഷൻ അല്ലാണ്ടാവും. എന്താ പ്രൊമോഷൻ എല്ലാം അറിയാം. എല്ലാവരും പോയിട്ട് ചായ കുടിച്ച് പൈസ കൊടുക്കുക. പിന്നെ ചായ കുടിച്ചിട്ട് വെറുതെ തരാൻ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഏട്ടന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനാ പറയുന്നത്. ലേട്ടാ നല്ല പഴംപൊരിയാണ്, നല്ല വടയാണ്, എന്താ ഇങ്ങനെ പറയാ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്താ മിക്സറ്, മുറുക്ക്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, വേറൊരു തരം മുറുക്കുണ്ടായിരുന്നു, 2 തരം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് വേറൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ മാങ്ങ ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും മാങ്ങ കുറച്ച് കൊണ്ടുവന്നിരും. ഞങ്ങൾക്ക് അധികം മത്സരത്തിൻ്റെ മൂച്ചിയിൽ മാങ്ങ ഉണ്ടാവും, അല്ലാതെ നമ്മുടെ തൊടിയിൽ അധികം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും. ഇതാണ്ടോ, ഇതും കൊണ്ടുവന്നതാണ്. ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരുന്നു. അമ്മ വരികയാണ് പറഞ്ഞു വെച്ചാൽ ഇതെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ, അമ്മമാർ വരികയെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൈ നിറയെ ഇട്ട് വരില്ലേ. അമ്മമാരും മാങ്ങളമാരും വരും. ഒരു ചേച്ചിയും കൂടി വേണ്ടതായിരുന്നു, ചേച്ചിയോ ഒരു അനിയത്തിയോ. പണ്ട് ആൾക്കാർ പറയില്ലേ 10, 11 പറഞ്ഞ പോലെ 5, 6 മക്കളൊക്കെ ഉണ്ടാവില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിരുന്ന് വന്ന് നിൽക്കാനും തല്ലുകൂടാനും ഒക്കെ. ഏട്ടന് തോന്നിയിട്ടില്ല? പിന്നെ ഉഷാറല്ലേ, ജഗബൊക്കെ ആയിട്ടുണ്ടാവില്ല. ഏട്ടനുണ്ട് കേട്ടോ. ഏട്ടൻ എന്താ വെച്ചാൽ ഏട്ടന് 2 അനിയൻ. 2-3 പേരേ ഉള്ളൂ. ഒരു 10-15 പേരുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഒരു ഓണം വിഷു ഒക്കെ വരുമ്പോ ഇപ്പൊ ഞങ്ങള് എല്ലാരും പാടെ കൂടിയിട്ട് എന്താ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ടാവില്ലേ. ഇതിപ്പോ എന്താ കഴുകിയിട്ട് ഇവിടെ വെച്ചതാട്ടോ. അവര് പോയപ്പോ സാമ്പാറുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, മുട്ട വറുത്തു, പപ്പടം കാച്ചി, തൈര് ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു കേട്ടോ. ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ടൻ ചായ എന്താ വയ്ക്കുന്നതെന്ന് അറിയാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാൽ ചായയോടധികം കമ്പം തോന്നുന്നില്ല. ഏട്ടനോ ഒരു ലൈറ്റ് മധുരത്തിൽ അധികം കടുപ്പിടാണ്ട് കട്ടൻ ചായയാണ് പറഞ്ഞു വെച്ചാൽ ഒന്നും കൂടി ഇതാ. പിന്നെ ചായക്കിനാട് സുകന്യ കടന്നുറങ്ങുകയാണ് കേട്ടോ. ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കട്ടൻ ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീച്ച് കഴിഞ്ഞാൽ സുകന്യയുടെ വക പാൽ ചായ കിട്ടും. അപ്പോൾ ഇന്ന് പാൽ ചായ കുടിക്കും. കുറച്ച് മതി, അര ഗ്ലാസ് വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 4 മണിച്ചടങ്ങിന് 4 മണിച്ചടങ്ങിനാണ് 4 മണിച്ചടങ്ങിന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മുടെ ഇവിടെ എന്താ ഏക്കാട് കുന്നപ്പുള്ളിക്കാവിൽ വിഷുവേലയാണ്. അപ്പോൾ വിഷുവേലയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടേ. അത് ചെറിയ വേലയൊന്നുമല്ല, ബട്ടോളം വേല കയറുന്നൊരു വേലയാണ്. രാവിലെ വരെ നമ്മുടെ പാടത്തിലെ ഏറ്റവും വലിയ വേല അതാണ്. ഉണ്ട് ഇവിടെ അടുത്തിട്ടോ, നെന്മാറയ്ക്ക് അങ്ങോട്ട് പോകുമ്പോഴൊന്നല്ല, അത് വേറെ. എവിടെ നിന്നൊക്കെ പോകും പറഞ്ഞിട്ടാ, ഏതൊക്കെ ഭാഗത്തുനിന്ന് പോകുന്നറിയോ. എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പേ, അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, കല്യാണത്തിന് മുമ്പേ ദീപ ചേച്ചി, എൻ്റെ തൊട്ട വീട്ടിലത്തെ ചേച്ചിയുടെ പേരാണ് കേട്ടോ ദീപ ചേച്ചി. ഞാൻ പറയാറില്ല, എനിക്ക് ചേച്ചിമാരും അനിയത്തിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ അമ്മമ്മയുടെ വീട് ഇവിടെ ഏക്കാടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് കുന്നപ്പുള്ളിക്കാവിൽ വന്ന് തൊഴുതു പോയിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടേക്കാണ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇതുവരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിഷുവേല സമയത്ത് കോങ്ങാട് പോയിട്ട് വെറുതെ വിഷുവേല കണ്ടിട്ട് വരില്ലേ, അങ്ങനെ വരാറ്. വേല കണ്ടിട്ട് വരും. കോങ്ങാട് പോയി ഞങ്ങളവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ കോങ്ങാട് പോണ്ടേ പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്താ അപ്പോഴേക്കും ഇന്ന് ചോറാണോ പറഞ്ഞിട്ട് കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് വെക്കണം. ചോറ് റേഷനരി അല്ലേ, അത് 2 തളാഴ്ച വേവും. കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് പോകാത്തൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കട കണ്ടു കഴിഞ്ഞാൽ മക്കൾ പറയും ഇത് കഴുകിയത് തന്നെയാണ്. എന്നാലും എന്തോ വേണ്ടേ? എന്തേ
ആ കുഞ്ഞൻ വലിയ മാമന്റെ കടയത്തേണ് കേട്ടോ. കുഞ്ഞൻ തിന്നില്ല അത്ര ഇത്. വലിയ മാമന്റെ കടയത്താണ്. മേമയ്ക്ക് കൊടുക്കും. കുഞ്ഞുണ്ണി എവിടെ? കുഞ്ഞുണ്ണിക്ക് വേണ്ടേ? എട കഴിച്ചടാ. മേമയ്ക്ക് കൊടുക്കും. മേമയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല? എവിടെ കുറ്റിയിട്ടാ കിടക്കുന്നത്? കുറ്റിയിട്ടാ കിടക്കുന്നത് അറിയാം. ഒന്നൂസിന് ഉറക്കല്ലേ? കഴിച്ചോക്കാം. ഇതാണ്ടോ ഇത്ര വലിപ്പുണ്ട് കേട്ടോ. ചായയുടെ കൂടെ കടിക്കാൻ മതി, അല്ലാതെ എന്തെങ്കിലും കഴിക്കണം. അതിൽ രണ്ടെണ്ണല്ലോ. ഓ എൻ്റെ അച്ഛോ, ഞമ്മക്ക് രണ്ടാൾക്കത് മതി അല്ലേ? എടുക്കാം. ഏട്ടാ കുഞ്ഞുണ്ണിക്കൊന്ന് കൊടുക്കുക. എന്ത് കൊടുക്കുന്നത്? കുഞ്ഞുണ്ണിക്ക് ഒന്നാറ് കൊടുത്തല്ലേ ഞാന്. വേണോ? എടി അവന് കൊടുക്കുക. വേണ്ടേ? ഇത് നോക്കാം. ഞാൻ എന്തേ ഒന്ന് തിന്നടാ. സൂന്യതാ പരിപ്പാടുണ്ടായില്ലേ? പരിപ്പാട് കൊടുക്കും സൂന്യക്ക്. അതെന്തിരിക്കുന്നു? ഞാൻ എന്തെടുത്ത് കൊടുക്കണം? അവളെടുത്ത് കഴിക്കില്ലേ? ആ കവറിലതാ. എന്നിട്ട് ഇതൊരു കഷ്ണം വെച്ചോ. വെച്ചോ. എഴുത്ത് കഴിച്ചു നോക്ക്. നല്ല മധുരം ഉണ്ട്. തിന്നു നോക്ക് വേണമെങ്കിൽ. ഇത് തിന്നു വേണമെങ്കിൽ. പിന്നെ പഴംപൊരി കയ്പുണ്ടാവും. കയ്പുണ്ടാവും. പഴംപൊരിയോ? പഴത്തിലല്ലേ ഉണ്ടാക്കണം? കാഞ്ഞക്കായല്ല. നല്ല മധുരം ഉണ്ട് പഴം. കഴിച്ചോ കഴിച്ചോ. ചുറ്റും ചുറ്റും വേലേട്ടി നേരെ കള്ളം വന്നു. എന്താ പല്ല്? രണ്ട് പല്ല് പലകപ്പല്ലാണ്. ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയാണ് വരുന്നത്. അമ്മുൻ്റെ പല്ല് കെട്ടാൻ പോണം പറഞ്ഞിട്ട് അമ്മ കുറേ ആയിട്ട് പല്ല് കെട്ടണം പറയണു. അമ്മുൻ്റെ കവിള് കുറച്ച് അമ്മുൻ്റെ കവിള് കുറച്ച് വന്നു കഴിഞ്ഞാൽ പല്ല് കെട്ടേണ്ട ആവശ്യമില്ല മുട്ടി കേട്ടോ. എൻ്റെ പോലെ വരുത്തെ കവിള് വേണ്ടാന്ന്. അപ്പോൾ ഈ കോമ്പല്ലുകള് 4 പഠിക്കും. അടിയത്തെ കെട്ടാണ്ട് മോളിക്ക് മാത്രം. നിനക്ക് എന്താണ് അതിന് പ്രശ്നം? നിനക്ക് നിന്റെ ചിരിയൊക്കെ കാണാൻ എന്ത് ചന്താന്നറിയാൻ മുട്ടി. സത്യം പറയാ. ഉള്ള കാര്യം പറയുമ്പോ അമ്മു വരച്ചത് കാണിച്ചിട്ട് വാ, എടുത്തിട്ട് വാ. അമ്മുല്ലേ കുറേ വരച്ചു കിട്ടോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ അത് നന്നല്ല പറഞ്ഞിട്ട് ഇതാക്കി എടുത്തിട്ട് വാ മുട്ടി. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെടി അമ്മു. നിന്റെ കലാവാസന എല്ലാവരും അറിയട്ടെ അമ്മുട്ടി. എല്ലാ കലാവാസനയും അറിയണതാണ് ഇപ്പോ. എടുത്തിട്ട് വാ. ക്യാൻവാസോ? അമ്മൂര് സ്കൂള് പൂട്ടിയപ്പോൾ മുതൽ തുടങ്ങിയാണ് എനിക്ക് ആ ചിത്രം. എന്നിട്ട് പെയിൻറ്റ് വാങ്ങിക്കൊടുത്തു കേട്ടോ. പെയിൻറ്റ് വാങ്ങിക്കൊടുത്തപ്പോൾ അതുകൊണ്ട് അവൾ വെറുതെ ഇരുന്ന് വരയ്ക്കുക. വെറുതെ അല്ല, അവൾ വരയ്ക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ കാണാൻ നല്ല ചന്തമാണ് അല്ലേ സോനിയെ? നമ്മൾ ചിന്തിക്കാത്തതും കൂടി അമ്മു ചിന്തിക്കില്ലേ? സുകന്യൊന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുക. കണ്ടോ എങ്ങനെയുണ്ട്? ഇനിയും വേറെ ഉണ്ട് കേട്ടോ. അതവള് എടുക്കാൻ അയക്കണില്ല. എടുക്കണ്ട അമ്മ, കാണിക്കണ്ട അമ്മ പറഞ്ഞിട്ട്. നീ എന്നെ എടുക്കണ്ട അമ്മ, കാണിക്കണ്ട അമ്മ പറഞ്ഞില്ലേ? അവളെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പറഞ്ഞിട്ട്. ഇതെങ്ങനെയുണ്ട് എല്ലാവരും? എന്താ അത്? അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഞാൻ എൻ്റെ അമ്മോരോട് പറയണേ ഇങ്ങനെ കുറേ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ലാമിനേഷൻ ചെയ്യണ പോലെ ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാന്ന്. അമ്മൂനും ഇഷ്ടമല്ല, അമ്മൂൻ്റെ അച്ഛനും ഇഷ്ടമല്ല കേട്ടോ. വീട് നിറച്ച് ചിത്രങ്ങളും ഒക്കെ ഇരിക്കുന്നത്. വീട് എപ്പോഴും നീറ്റായിരിക്കണം പറയും. അതിനാണ് എപ്പോഴും ഇവിടെ വഴക്കുണ്ടാവുക. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താ, ചുമരിൽ എവിടെയും ആണി തറയ്ക്കാൻ പാടില്ല, അവിടെയും ഇവിടെയും ആവശ്യമില്ലാണ്ട് എന്താ വരയ്ക്കാൻ പാടില്ല അല്ലേ സൂര്യ? എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അതാണ് പറയുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പൊളിച്ചിട്ടായിരുന്നു നിങ്ങളുടെ കലാവാസന കൂടിയിട്ട്. കഴിവ് പുറത്തേക്ക് വിളിക്കും വീട് പൊളിഞ്ഞായിരുന്നു.
അമ്മു ആ മേശപ്പുറത്തുനിന്ന് ഇരിക്കണ വെള്ളക്കുപ്പിയൊക്കെ അമ്മ ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാന് കൊണ്ടുവന്ന് വെക്കോ? ചില കൂട്ടുകാർ വെച്ച് പഞ്ചലോകം എങ്ങനെയാണ് പ്രസി നിന്റെ മേത്ത് ഇങ്ങനെ കളറായിട്ട് ഇരിക്കണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പഞ്ചലോകം കളർ ഉണ്ടാവും കേട്ടോ. നല്ല കളർ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടി 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 എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയോ, ഒരു വർഷമൊന്നും അല്ല അല്ലേ, അതിലും മുകളിലായില്ലടി ആ മോതിരം. ഒരു വർഷത്തിന്റെ മുകളിലായി മോതിരം. പിന്നെ ഒരു മാല അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ, കഴുത്തിലിടാനൊരു മാല പഞ്ചലോകത്തിന്റെ. അപ്പൊ ഈ കൈ ചെയിനൊക്കെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ എല്ലാവരും ഇതാണ്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ലേ? എന്ത് വളയല്ലേ? അല്ല, ബ്രേസ്ലെറ്റ് ഞാനൊന്നും വാങ്ങിയില്ലേ? അതന്നെയല്ലേ ഇത്. ഇതാണത്. എന്താ നോക്ക്, ഇതാണ് ഏതാ ഞാൻ മറന്നു. ഇത് പഞ്ചലോകത്തിന്റെ കണ്ടില്ലേ? ഇതിന്റെ കളറ് ഇതാ എന്റെ കയ്യിൽ കിടക്കണ സംഭവം. സുകന്യയുടെ മോതിരം എവിടെയാണ്? സുകന്യയുടെ അടുത്തുണ്ടായിരുന്നാണ് കേട്ടോ ഒരു പഞ്ചലോകത്തിന്റെ മോതിരം ഞാൻ കൊടുത്തത്. അതെവിടെയാണോ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കും തോറും ഇല്ലേ അത് ചന്തം കളർ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. കളർ വരാതിരിക്കുകയല്ല ചെയ്യുക, ഡെയിലി നമ്മൾ കൂടി വരും. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ, ഞാൻ ഇതായിട്ട് പറയല കേട്ടോ, എന്നോട് കമൻറ്റിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ സ്വർണത്തിൻ്റെ വിലയിൽ നല്ലതാണ് അല്ലേ? നല്ലതാണ് എല്ലാവരുടെയും വിചാരം. എല്ലാവരുടെയും വിചാരല്ലേ ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ കുളത്തുകൾ കാണുന്നുണ്ടോ? കണ്ടോ ഇതിൻ്റെ ഈ കുളത്ത് ഇതിവിടെ ഇതിൻ്റെ ഈ മോതിരം കണ്ടോ? പേരൊക്കെ എഴുതിയത് പറയുമ്പോഴോ അല്ലേ? താലിയിൽ പേരെഴുതിയിട്ട് പഞ്ചലോകത്തിന്റെ മാലയും താലിയും അവിടെ ഉണ്ട് കേട്ടോ. കണക്ക് വേണോ? ഞാനൊരു സ്റ്റിക്കറിൻ്റെ വേണം കയ്യിൽ എഴുതി ഒട്ടിച്ചു തരാം. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു 300-350 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നിൽക്കും കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു മോതിരം 15 വർഷമായി, അമ്മയുടെ കയ്യിലുള്ള മോതിരം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അടിച്ച് മാറ്റിയിട്ട് വരും കേട്ടോ, എനിക്കിടണം പറഞ്ഞിട്ട്. പിന്നെയും അമ്മ വന്നിട്ട് പിന്നെയും അമ്മ അത് കൊണ്ടുപോകും. ഇപ്പോൾ പിന്നെ വെള്ളിയുടെ ഒരു മോതിരം വാങ്ങിക്കണം 450 രൂപയ്ക്ക് അമ്മ. അത് നല്ല വെള്ളി നിൽക്കും. ചില ആൾക്കാർക്കില്ലേ പഞ്ചലോകവും വെള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിൽക്കില്ലേ കളറായിട്ട്. ചില ആൾക്കാർക്ക് വേഗം രാപ്പനി ഉണ്ടെങ്കിൽ അങ്ങനെ പറയണേക്കാ. വെള്ളി കുഴപ്പമില്ല, ബ്രേസ്ലെറ്റ് രാപ്പനി പറയുമ്പോൾ ഏത് സമയത്ത് പനി വരിക? ചാത്തപ്പം ഇങ്ങനെ നിൽക്കണുണ്ടോ അവിടോക്ക്? ചാത്തപ്പം അങ്ങനെ നിൽക്കണുണ്ടോ? അതെന്താ നിൽക്കണെന്നറിയോ? ചൂട് കൂടിയിട്ട് അവൻ നിൽക്കണത്. അവന് ഇന്നലെ ആ സ്ഥലത്തുനിന്ന് ചോറ് കിട്ടി. ഇന്നും അവൻ ആ സ്ഥലത്തുനിന്ന് ചോറ് കിട്ടും വിചാരിച്ച് പ്രതീക്ഷയോടെ നിൽക്കണം ഏട്ടാ. നാളെ നമുക്ക് പപ്പുവിനെ അവിടെ കൊണ്ട് വെക്കണം കേട്ടാ. നാളെ അങ്ങോട്ട് പോകുമ്പോ തിരുമ്പല് കിടക്കില്ലല്ലോ. നാളെ തിരുമ്പിക്കോളും, അങ്ങോട്ട് മറ്റന്നാ പോവാ. എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ അന്ന് പൊരിഞ്ഞ് തുണിയിരുമ്പല് എന്തൊക്കെ പറയാലോ, തുണി തിരുമ്പണ്ടെന്ന് പറയാലോ. അല്ലെങ്കിൽ നമ്മളില്ലേ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ ഞങ്ങളായിരിക്കും ഫസ്റ്റ് അവിടെ എത്തുണ്ടാവുക. ഇനി മെല്ലെ എല്ലാ കടത്തേക്ക് പോകുമ്പോഴും ഇനി നമ്മൾ മെല്ലെ പോകണം. അപ്പോഴാണ് നമുക്ക് വില ഉണ്ടാവുള്ളൂ. ആൾക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇപ്പൊ വരുന്നേ ഉള്ളൂ. മറ്റേത് എന്താണെന്നറിയോ, നമ്മൾ ഒന്നും പറയില്ല. മറ്റേത് എങ്ങനെയാണെന്നറിയാലോ, മറ്റേത് പറയും നേരത്തെ വന്നൂലേ, നിങ്ങൾ നേരത്തെ എത്തിയില്ലേന്ന് പറയും. മറ്റേത് അങ്ങനെയല്ല, എന്താ നേരം വൈകിയത് ചോദിക്കും. അപ്പൊ അതിനൊരു വില ഉണ്ടാവും. അങ്ങനെ നോക്കി എന്താ വില, ഏതാണ് ഈ വില എന്ന് ഉദ്ദേശിച്ചത് എന്താന്നുള്ള മനസ്സിലാവും. എന്താ ഏട്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ പറയണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൂരത്തിനല്ല, വിഷുവേലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പൂരമല്ല കേട്ടോ, ഇവിടെ വേലകളാണ്, കാളവേലകൾ. ഇഷ്ടം പോലെ കാളകളുണ്ടാവും. ഇത് വിഷുവേലയാണ്. ഇത് വിഷുവേലയാണ്. വിഷുവേല തന്നെയല്ലേ പറയാ, സത്രംകാവ് വേല, കമ്മാളിശ്ശേരിക്കാവിലെ വേല, അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയാറ്. പൂരന്ന് വേറെ ഭാഗത്ത് അല്ലേ, നാലിശ്ശേരിക്കാവില് പൂരം ലേട്ടാ അങ്ങനെ പറയും. അപ്പം ഇന്ന് വിഷുവേലയാണ്. വിഷുവേലയ്ക്ക് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടില്ല. ഇതാണ്ടോ ഞാൻ ചുരിദാരൊക്കെ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഇതിടണോ ഏതിടണോ, ഇത് മറച്ചിട്ടാണല്ലേ, ഏതിടണം എന്നുള്ളൊരു ഇതിൽ
നിൽക്കുകയാണ്. അപ്പോൾ സുകന്യയുടെ അടുത്ത് അനിയേട്ടൻ പറയണേ നിങ്ങൾ കറുപ്പ് ഇട്ടോളിന്ന്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കറുപ്പ് ചുരിദാറില്ല കേട്ടോ. കറുപ്പ് ഞാൻ കളറൊക്കെ ആക്കി തരാം. കറുപ്പിനൊന്ന് അവിടെ വെള്ള ചുരിദാർ കളർ ചുരിദാർ തരിക. ഞാട്ടക്കരി പോയിട്ട് 4 തേക്കല്. ഇതെങ്ങനെയുണ്ട് ഈ ചുരിദാർ? കറുത്ത കളറാവും. ഇതെങ്ങനെയുണ്ട്? നാളെ വേലയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എടുക്കാട്ടോ. എന്താ അവിടെ ചെന്നിട്ട് പറ്റിയ എന്താന്നുള്ള അറിയില്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ നാളെ കാണാം.